Bali, 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 Bahubali. Revendri Payung Police. എന്താ ഭയങ്കര പണിയാണല്ലോ. അമ്മനെ സഹായിക്കുന്നു. അതെ, നല്ല സ്വഭാവമൊക്കെ പഠിച്ചു തുടങ്ങിയില്ലപ്പോ നീ. പണിക്കുള്ളേ അടുക്കള ചുറ്റിപ്പറ്റി വെക്കണ്ടേ? ഇത് പണിക്ക് പോണില്ല എന്തേ? ചോദിച്ചാണ്. അല്ലെ എന്താ കാര്യം പറയൂ നീ? അച്ഛൻ പണിക്കുള്ള ഞാൻ സ്കൂളിൽ പോണില്ല. എന്താ സ്കൂളില്ലേ? സ്കൂളുണ്ട്. ആ പിന്നെ സ്കൂളിലേക്ക് പോക്കോ. പരീക്ഷ പരീക്ഷ എഴുതണ്ടാ. പണി സാധനങ്ങളില്ലാതെയാണോ നിങ്ങൾ പണിക്ക് പോകുന്നത്? പണിക്ക് പോകുമ്പോ ഈ പണി സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകണമെന്ന് എനിക്ക് അറിയാലോ. പിന്നെ നീ എന്തിനാ നോക്കി പടം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്? അല്ല, ഞാൻ ജസ്റ്റ് കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ അതിലൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിലുള്ള എല്ലാ സാധനങ്ങളും ആയിട്ട് വാങ്ങിയിട്ട് വന്നു കേട്ടോ. ആ, അപ്പൊ നിനക്കൊക്കെ അതാണ് പ്രധാനം. അല്ല, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കണം. ബാക്കിയുള്ള ആളുകൾ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കണ്ടല്ലോ. ഏട്ടനതിന് ഇവിടെ എന്താണ് ഒരു ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് പരമസുഖല്ലേ. അതെ, ഞാനിന്ന് പണിക്ക് പോണോന്ന് ആലോചിക്കുക. ഇന്ന് ഹർത്താലാണോ എന്നൊരു സംശയമുണ്ട്. ഇന്ന് ഹർത്താലല്ല, വിദ്യാഭ്യാസ ബന്ധാണ്. അപ്പൊ പണിക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ സ്കൂളിൽ പോണ്ട. ആ ബന്ധമല്ല, അമ്മ അച്ഛനെ കളിയാക്കിയതാണ്. ഏട്ടാ പോവാൻ നോക്കി. ഇവിടെ ഇരുന്ന് ഇങ്ങനെ മുഷിയല്ല കേട്ടാ. തച്ച് പിഴച്ചാൽ തല പോകുന്നത് കോഴിക്കല്ലേ എന്നൊക്കെയാണ് പറയുക. ഒരു കാര്യം ചെയ്യണം, മാറ്. അപ്പൊ പോവല്ലേ? എന്തേരാട്ടെ. എന്നാ ശരി കേട്ടാ. ഈ ഇങ്ങനെ നല്ല കറികളൊക്കെ വച്ചുണ്ടാക്കി കൊടുക്കൂലോ. പിന്നെ എന്തിനാണ് ഈ അമ്മ അന്നദാനത്തിന് പോണ്? അത് അമ്മയുടെ ഒരു പതിവാണ്. ആ പതിവിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? അല്ല, ഇനിയിപ്പൊ ആരെങ്കിലും കാണാൻ പോണതാണോ നമുക്ക് അറിയില്ലല്ലോ. ആരെ കാണാൻ? എടി, എന്റെ ഒരു സംശയം എന്താ അറിയോ? ഇങ്ങോട്ട് വന്നേ. എന്താണ്? അവിടെ ചെല്ലപ്പനാശാരി വരുന്നുണ്ടോ എനിക്കൊരു സംശയമുണ്ട്. ശരിയായിരിക്കും കേട്ടോ. അവിടെ ആകുമ്പോ വാസുട്ടിയേട്ടന്റെ ശല്യം ഇല്ലല്ലോ. വെറുതെ അല്ല, അമ്മ ഈ അമ്പലത്തിൽ പോകുമ്പോ എന്നെ കൂട്ടാറില്ല. ഇല്ലല്ലോ. അത് മാത്രല്ല, അന്റെ കൂടെ അമ്പലത്തിൽ വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ താരൊക്കെ വലിച്ചു ചുറ്റി ഇവിടുന്ന് ഓടണാണ്. ഇതങ്ങനെ ഇല്ല. സെറ്റും കൊണ്ടൊക്കെ നല്ല ഭംഗിയിലുടുത്ത് നല്ല സുന്ദരിയായിട്ടല്ലേ ഇവിടുന്ന് പോയത്. ചിലപ്പോ അവിടെ വരുന്നുണ്ടാവും കേട്ടോ, പറയാൻ പറ്റില്ല. ഇനി പോകുമ്പോ കൂടെ പോണട്ടോ, ചിലപ്പോ അവിടെ കരുണ്ടെങ്കിലും. എന്താ? ഒന്നുമില്ല, ചതിച്ചു. ഇന്നത്തെ കാര്യം ആകെ കൊളായി. തല പോവാത്ത ഭാഗ്യം. എന്തെങ്കിലും അപകടം പറ്റിയോ? ഞാൻ ഇവിടുന്ന് ഇറങ്ങിയില്ലേ, അവിടെ ഇറങ്ങിയോട് കൂടിയിട്ട് ഒരു പൂച്ച നേരെ കുറുക്ക ചടിയാണ് പോയി. പഠിച്ചനങ്ങള് വീണോ? എങ്ങനെ വീണ്? അല്ല, നിങ്ങള് തല പോണ കാര്യം എന്താ പറഞ്ഞേ? പൂച്ച കുറുക്ക ചാടി തല പോവാന്ന് പറഞ്ഞ ശാസ്ത്രാണേ. ശാസ്ത്രം? നിങ്ങൾ എന്തൊക്കെ പറയണ എനിക്ക് മനസ്സിലായില്ല. അല്ല, ഒരു വഴിക്ക് പോകുമ്പോ പൂച്ച കുറുകെ ചാടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവുക ചെയ്യരുതെന്നാ. അങ്ങനെയുണ്ട്? എനിക്ക് ഇതിലൊന്നും ഒരു വിശ്വാസമില്ല കേട്ടോ. നിനക്ക് വിശ്വാസമില്ലാത്ത നിനക്കൊന്നും അറിയാത്തോണ്ട്. പൂച്ച വട്ടം ചാടിയെന്ന് വെച്ചിപ്പോ എന്നാ പറ്റാൻ പോകുന്നു? എടി, ശാസ്ത്രാണ്, നിമിത്ത ശാസ്ത്രാണ്. അല്ല, ഇപ്പൊ നിങ്ങള് പൂച്ച വട്ടം ചാടിയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പൊ എന്താവും? ഒന്നും നടക്കില്ല. ഒന്നാമത് ഇവിടെ കുറച്ച് മുമ്പുള്ള വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നത്തെ കാര്യം ആകെ കുളവാണെന്ന്. ഇതൊക്കെ ചുമ്മാ ഏട്ടൻ പറയുന്നേ, പണിക്ക് പോകാൻ പറ്റാത്തോണ്ട്. മല്ലികയെ ആളുകൾക്ക് കയറി താമസിക്കാനുള്ള വീട് പണിക്കാനാണ് ഞാൻ പോണ്ടത്, അല്ലേ? അല്ല, നമുക്ക് ജീവിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിലേ ഇതൊക്കെ അങ്ങ് കണ്ണടയ്ക്കാവുന്നേ ഉള്ളൂ. എന്ത് ശാസ്ത്രത്തെ? അപ്പൊ നമ്മുടെ സൗകര്യത്തിന് നമ്മൾ ഇതൊക്കെ തീർക്കണം. അത് നിനക്ക് അറിവില്ലാത്തോണ്ട് പറയാനാണ്. പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ ശാസ്ത്രം കൂടി പഠിച്ച ആളാണ്, എനിക്കിതും കൂടി നോക്കണം.
അല്ല വാസുട്ടേട്ടാ ശരിക്കും അങ്ങനെ ഉണ്ടോ? പിന്നെന്താണ്, എന്താ സംശയം? എനിക്ക് ജീവനിൽ പേടിയുണ്ട്, അതല്ലേ. അങ്ങനെ അനുഭവം ഉണ്ടായിണ്ടോ? എത്രയോ ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ പുരാണങ്ങളിൽ തന്നെ പറയുന്നുണ്ടേ, രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് രാവണ യുദ്ധത്തിന് പുറപ്പെടുന്നതിന്റെ മുമ്പേ രാവണന്റെ മുമ്പ് കൂടെ ദേ പൂച്ച കുറിയണി അടി. അങ്ങനെ പിന്നെയുള്ള കാര്യം പറയണല്ലോ. അതേപോലെ തന്നെ ഒരു അമേരിക്കൻ പ്രസിഡന്റ്, അയാൾ വെടിയേറ്റ് മരിക്കണതിന്റെ അന്ന് രാവിലെ അയാളുടെ വളർത്തു പൂച്ച അയാളുടെ കുറുകെ ചാടി. പിന്നെ അത് നിനക്ക് അറിയാത്തതുകൊണ്ടാണ് എടി. അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കരുത്. ഒരു തരം പുച്ച മുഖത്ത് കണ്ട. ഉണ്ട് മല്ലി, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ വന്നെ പൂച്ചേനൊക്കെ തല്ലിക്കൊല്ലാം. പൂച്ചേനെ തല്ലിക്കൊന്നൊരു കാര്യമില്ല. ഇത് നിമിത്ത ശാസ്ത്രമാണ്. അതായത് വരാൻ പോകുന്ന അപകടങ്ങളെ മുൻകൂട്ടി കാണിച്ചു തരികയാണ് നമ്മുടെ മുമ്പിൽ. അപ്പോൾ അത് കാണിച്ചു തരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പിന്മാറാം. അതല്ല അതിനെ നിഷേധിച്ച് അങ്ങോട്ട് പോവുകയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ജീവൻ തന്നെ ഉണ്ടാവില്ല. അതാണ് എൻ്റെ കേസ്. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുക, ഇല്ലാത്തവർക്ക് പോകണ്ട. എനിക്കെന്തായാലും വിശ്വാസമാണ്. എനിക്ക് എൻ്റെ ജീവൻ നോക്കണല്ലോ. ഇന്ന് ഒരു പരിപാടിക്കും പോകില്ല, പുറത്തേക്കാണ് ഇറങ്ങുള്ളത്. വേണ്ട പോവണ്ടട്ടോ നിങ്ങള്. അത് തന്നെ ഇരുന്നു. എന്താണ് ദേഷ്യപ്പെടുന്ന? അങ്ങനെയൊക്കെ ഉണ്ടാവൂ. ഇത് ഇങ്ങനെ പണിക്ക് പോകാതിരിക്കാൻ വേണ്ടി ഓരോ നമ്പർ ഇറക്കണത് ഒന്നല്ല, മൂപ്പര് പറഞ്ഞ കേട്ടില്ലേ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാര്യോ? ഒന്നാമത്തെ കാര്യം എന്തായിരിക്കും, എന്റെ കെട്ടിയോനാണ്. ഈയും കൂടെ ഇക്കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണോ? അനക്ക് തന്നെയാണ് കേടല്ലെങ്കിൽ എന്തു പറഞ്ഞാലും ദേഷ്യാണ് നോക്ക്. പറയാനാന്നോ?